നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ലഹരി വിരുദ്ധ ഭാരതം പടുത്തുയർത്താൻ ശ്രമം തുടരുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. മയക്കുമരുന്ന് കടത്തുകാർക്കെതിരെ കർശന നടപടികൾ തുടരുമെന്നും വെറുതെ വിടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. 29 കള്ളക്കടത്തുകാർക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തുവെന്നും യുവാക്കളെ ഇതിൽ വലിച്ചിഴക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് SSLC രണ്ടാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഇന്ന് ആരംഭിക്കും. സംസ്ഥാനത്തൊട്ടാകെ 2964 കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ 7 കേന്ദ്രങ്ങളിലുമായി 4,27,021 വിദ്യാർത്ഥികൾ റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതുന്നുണ്ട്. മാർച്ച് 26-നാണ് പരീക്ഷകൾ അവസാനിക്കുക. വിദ്യാർത്ഥികൾക്ക് മന്ത്രി വി ശിവൻകുട്ടി വിജയാശംസകൾ നേർന്നു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച 100 വീടുകൾ സ്വന്തം നിലയ്ക്ക് നിർമ്മിച്ചു നൽകുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ രാഷ്ട്രീയകാര്യ സമിതി അധ്യക്ഷനും സംസ്ഥാന പ്രസിഡന്റുമായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. സ്ഥലം കണ്ടെത്തി കഴിഞ്ഞെന്നും സർക്കാർ തീരുമാനത്തിന് കുറെ കാത്തുനിന്നെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. റമദാനു ശേഷം വീടുകളുടെ നിർമ്മാണം തുടങ്ങുമെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും അറിയിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ കനത്ത വേനൽ മഴയിൽ അരുവിക്കര ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്ത് മഴ തുടർന്നതിനാൽ ഉച്ചകഴിഞ്ഞ് 3:30 1 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിൻ്റെ കരകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മഴയത്തും ചോരാത്ത സമരവീര്യവുമായി ആശാവർക്കർമാർ. മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ ടാർപോളിൻ ഉയർത്തിപ്പിടിച്ചാണ് സമരം ചെയ്യുന്ന പ്രവർത്തകർ നിന്നത്. എന്നാൽ ഹൈക്കോടതി ഉത്തരവുണ്ടെന്ന് കാണിച്ച് പോലീസ് ടാർപോളിൻ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി തെരുവ് വിളക്കുകൾ കത്തുന്നില്ലെന്ന പരാതിയും സമരക്കാർ പറഞ്ഞു. സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് പിന്തുണയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തിരുവനന്തപുരത്ത് കനത്ത മഴ തുടരുന്നതിനിടെ ആശാവർക്കർമാർക്ക് കുടയും കോട്ടും വിതരണം ചെയ്തു. ആശാവർക്കർമാർക്ക് നേരെ ഗൂഢശ്രമങ്ങൾ ഉണ്ടാകാതെ കരുതൽ കണ്ണുകൾ വേണമെന്ന് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ആശാവർക്കർമാരെ ബുദ്ധിമുട്ടിക്കാനാണ് സമരപ്പന്തൽ മറച്ചുകെട്ടിയ ടാർപോളിൻ ഷീറ്റ് പോലീസ് എടുത്തു മാറ്റിയതെന്നും പോലീസിനെ കൊണ്ട് സർക്കാർ ചെയ്യിപ്പിക്കുന്നതാണിതെന്നും ആറ്റിങ്ങൽ MP അടൂർ പ്രകാശ് പറഞ്ഞു. പാവപ്പെട്ട സഹോദരിമാർ മഴ നനഞ്ഞിരിക്കട്ടെ എന്നതാണ് ഇവരുടെ ചിന്തയെന്നും അത് ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ലെന്നും മഴയും നനഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നാൽ അസുഖം പിടിച്ചെങ്കിലും സമരത്തിൽ നിന്ന് പിന്മാറട്ടെ എന്നതാണ് അവരുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ നേതാക്കളെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം പങ്കുവച്ച് രാഹുൽ ഗാന്ധി. മുന്നിലുള്ള ലക്ഷ്യത്തിൻ്റെ വെളിച്ചത്തിൽ അവർ ഒന്നായി നിലകൊള്ളുന്നു. ടീം കേരള എന്ന കുറിപ്പോടെയാണ് രാഹുൽ ഗാന്ധി ചിത്രം പോസ്റ്റ് ചെയ്തത്. കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ ഡൽഹിയിലെ യോഗത്തിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധി വ്യത്യസ്തമായ ചിത്രം സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചത്. കേരളത്തിലെ വ്യവസായ രംഗത്തെ പുരോഗതി സംബന്ധിച്ച പ്രശംസ തിരുത്തി കോൺഗ്രസ് MP ശശി തരൂർ. സ്റ്റാർട്ടപ്പുകളിൽ കേരളത്തിൻ്റെ മുന്നേറ്റം കടലാസിൽ മാത്രം ഒതുങ്ങുന്നതാകുന്നതരുതെന്നും കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളെക്കുറിച്ചുള്ള കഥകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പോലെ അല്ല എന്നറിഞ്ഞത് ഞെട്ടിക്കുന്നുവെന്നും തരൂർ X പോസ്റ്റിൽ പറഞ്ഞു. കഴിഞ്ഞ 9 വർഷത്തിനിടെ കേരളത്തിൽ 42,000-ലേറെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ അടച്ചുപൂട്ടിയെന്ന പത്രവാർത്ത പങ്കുവച്ചായിരുന്നു തരൂരിൻ്റെ പ്രതികരണം. ശശി തരൂരിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ പറഞ്ഞു. തരൂർ മാറ്റിപ്പറയാനും തിരുത്താനും തയ്യാറായതിന് സ്വാഗതം ചെയ്യുന്നുവെന്നും സുധാകരൻ പറഞ്ഞു. വലിയ അബദ്ധമൊന്നും ശശി തരൂർ പറഞ്ഞിട്ടില്ല. പറഞ്ഞതിനെല്ലാം അദ്ദേഹം വ്യക്തത വരുത്തിയിട്ടുമുണ്ട്. തരൂരിൻ്റെ വലിയ മനസ്സിന് നന്ദിയെന്നും K സുധാകരൻ പറഞ്ഞു. മുല്ലപ്പള്ളി രാമചന്ദ്രനും താനും ഒരമ്മ പെറ്റ മക്കളെ പോലെയാണെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ പറഞ്ഞു. ഇടതു സർക്കാരിനെതിരായ പ്രവർത്തനങ്ങൾക്ക് മുല്ലപ്പള്ളിയെ ആവശ്യമുണ്ടെന്നും തങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആണ് ഉണ്ടായിരുന്നതെന്നും ഇനി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും K സുധാകരൻ പറഞ്ഞു. മുല്ലപ്പള്ളി രാമചന്ദ്രനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം.
ചുങ്കത്തറ ഭീഷണി പ്രസംഗത്തിൽ PV അൻവറിനെതിരെ കേസെടുത്ത് എടക്കര പോലീസ്. തന്നെയും UDF പ്രവർത്തകരെയും ആക്രമിക്കാൻ ശ്രമിച്ചാൽ വീട്ടിൽ കയറി തലയടിച്ചു പൊട്ടിക്കുമെന്നും PV അൻവറിന്റെ പ്രസംഗത്തിനെതിരെ CPM നേതൃത്വം നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. പാലിയേറ്റീവ് പരിചരണ രംഗത്ത് മറ്റൊരു സുപ്രധാന ഘട്ടത്തിലേക്ക് കടക്കാനൊരുങ്ങി കേരളം. കേരള കെയർ എന്ന പാലിയേറ്റീവ് സംവിധാനങ്ങളുടെ ഒരു കെയർ ഗ്രിഡിന് സംസ്ഥാന സർക്കാർ രൂപം നൽകുന്നു. ഇന്ന് രാവിലെ 11:30 നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ വെച്ച് പാലിയേറ്റീവ് കെയർ ഗ്രിഡിൻ്റെ ലോഞ്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരാകും. മാർച്ച് മാസം വൈദ്യുതി ബിൽ വീണ്ടും കുറയുമെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഇന്ധന സർചാർജിന്റെ നിരക്ക് കുറയുന്നതിലൂടെയാണ് ഉപഭോക്താക്കൾക്ക് ബില്ലിൽ ആശ്വാസം ലഭിക്കുക എന്നാണ് മന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിൽ അറിയിച്ചു. പ്രതിമാസം ബിൽ ലഭിക്കുന്ന ഉപഭോക്താക്കൾക്ക് ഓരോ യൂണിറ്റിനും ഇന്ധന സർചാർജ് 6 പൈസയും 2 മാസത്തിലൊരിക്കൽ ബിൽ ലഭിക്കുന്ന ഉപഭോക്താക്കൾക്ക് 8 പൈസയുമായിരിക്കും മാർച്ച് മാസത്തിലെ ഇന്ധന സർചാർജ്. രാസലഹരിക്കെതിരെ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ഒരുമിച്ചിറങ്ങണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. കേരളം പോലെ ഒരു സമൂഹത്തിന് നിശബ്ദമായിരിക്കാൻ കഴിയില്ലെന്നും ബിനോയ് വിശ്വം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ലഹരിക്കെതിരെ വിപുലമായ ജനകീയ പ്രക്ഷോഭമാണ് ഉയർന്നു വരേണ്ടതെന്നും ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടു. പത്തനംതിട്ട കലഞ്ഞൂരിൽ ഭാര്യയെയും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെയും യുവാവ് വെട്ടിക്കൊന്നു. പടം പടയണിപ്പാറ എഴുത്താപ്പുഴ ബൈജു വിലാസത്തിൽ വൈഷ്ണവിയെയും 28 ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് പാടം വിഷ്ണുഭവനിൽ വിഷ്ണുവിനെയുമാണ് 30 വൈഷ്ണവിയുടെ ഭർത്താവ് ബൈജു വെട്ടിക്കൊലപ്പെടുത്തിയത്. വിഷ്ണുവിൻ്റെ വാടക വീടിൻ്റെ മുന്നിലിട്ടാണ് രണ്ടുപേരെയും ബൈജു ആക്രമിച്ചത്. കോഴിക്കോട് താമരശ്ശേരിയിൽ കൊല്ലപ്പെട്ട 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹബാസിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച നഞ്ചക് പോലീസ് കണ്ടെടുത്തു. പ്രതികളുടെ വീട്ടിൽ ഇന്ന് നടത്തിയ റെയ്ഡിലാണ് ഷഹബാസിൻ്റെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ആയുധം ലഭിച്ചത്. പ്രധാന പ്രതിയുടെ വീട്ടിൽ നിന്നാണ് ആയുധം കിട്ടിയത്. പ്രധാന പ്രതിയുടെ വീട്ടിൽ ആദ്യം ആളുണ്ടായിരുന്നു. പിന്നീട് വീട്ടുകാരെ വിളിച്ചു വരുത്തിയാണ് റെയ്ഡ് നടത്തിയത്. താമരശ്ശേരിയിലെ ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രധാന പ്രതിയുടെ പിതാവിന് കൊട്ടേഷൻ രാഷ്ട്രീയ ബന്ധങ്ങളുണ്ടെന്ന് വിവരം. പ്രധാന പ്രതിയുടെ പിതാവ് TP വധക്കേസ് പ്രതി TK രജീഷിനൊപ്പം നിൽക്കുന്ന ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇയാൾ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ കേസുകളിൽ പ്രതിയാണ്. ആക്രമണ സമയം ഇയാൾ സ്ഥലത്തുണ്ടായിരുന്നതായി ഷഹബാസിന്റെ പിതാവ് പറഞ്ഞു. ഷഹബാസിനെ ആക്രമിക്കാൻ ഉപയോഗിച്ച നഞ്ചക്ക് കിട്ടിയതും ഇയാളുടെ വീട്ടിൽ നിന്നാണ്. തിരുവനന്തപുരം വിതുരയിൽ പെൺകുട്ടിയോട് മോശം പരാമർശം നടത്തിയെന്ന് ആരോപിച്ച് 16-കാരന് സമപ്രായക്കാരുടെ ക്രൂരമർദ്ദനം. കഴിഞ്ഞ മാസം 16-ന് തൊലിക്കോട് പനക്കോട് മേഖലയിലാണ് സംഭവം. 16-കാരന് സുഹൃത്തുക്കളായ 3 പേർ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി സമീപത്തെ വാഴത്തോട്ടിൽ എത്തിച്ച ശേഷം ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. സംഭവം പുറത്തു പറയരുതെന്ന് പറഞ്ഞ് കുട്ടിയെ ഇവർ ഭീഷണിപ്പെടുത്തിയിരുന്നു. മർദ്ദന ദൃശ്യങ്ങൾ മർദ്ദനമേറ്റ കുട്ടിയുടെ അമ്മയുടെ ഫോണിൽ കിട്ടിയതോടെയാണ് വിവരം പുറത്തായത്. വീഡിയോ കണ്ട മാതാപിതാക്കൾ ആര്യനാട് പോലീസിൽ പരാതി നൽകി. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.